ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അപ്പവും ഒരു കഷ്ണം പുട്ടും ഒരു ചെറിയൊരു അപ്പാണ് കേട്ടോ. ഗോതമ്പും മൈദം പൊടിയും കൂടി ചേർത്തിട്ടുണ്ടാക്കിയൊരു അപ്പാണ്. അത് കൂട്ടി ചായ കുടിച്ച്. അപ്പം മധുരമില്ലാത്ത ചായ കേട്ടോ ഞാൻ കുടിച്ചത്. പിന്നെ ചോറിന് അരി തീമടാൻ നിൽക്കുകയാണ്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം ചെമ്പുകലത്തിൽ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലായിരുന്നു, ചെറുതായിട്ട് സുഖമില്ലായ്മ ഉണ്ട്, എന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അരി തീമിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിത്തണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ണിത്തണ്ടും വാഴപ്പിണ്ടി എന്നൊക്കെ പറയും അത്, പിന്നെ മമ്പയറും കൂടി ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കടുക് വറക്കണം. അതിന് വേണ്ടി ചട്ടി ചൂടായി. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച ഉണ്ണിത്തണ്ടും മമ്പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അതിൻ്റെ ശേഷം അകങ്ങളൊക്കെ ഒന്ന് അടിച്ചു കോരിയെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടി ജനലിന്മേലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉള്ള മാറാലും കുറച്ച് പൊടിയും മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ഒഴിവാക്കണം. ഒക്കെ തട്ടി ഒഴിവാക്കി വൃത്തിയാക്കി. പിന്നെ പുറം ഭാഗങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി. അതിന് ശേഷം കൊലായൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടാ. കൊലായി നല്ല എൻ്റെ ഉള്ളും മൊത്തത്തിലൊന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ടൊന്ന് തുടച്ചെടുത്ത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ. അപ്പോൾ റേഷൻ അരിയുടെ ചോറാണ്, പെട്ടെന്ന് തന്നെ ആവി കിട്ടുമല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് ഊറ്റി വെച്ച്. ഇവിടെ ചോറ് ഊറ്റുക എന്നാണ് പറയുക കേട്ടോ. ചിലവരൊക്കെ ചോറ് വാർക്കുക എന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് ഇവിടെയൊക്കെ ചോറ് വാർക്കൽ കേട്ടോ. അതിനുശേഷം ഞാൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ച്. അതിന് വേണ്ടി ഒരു മൺചട്ടിയിലേക്ക് തക്കാളി പച്ചമുളക് കഷ്ണം വെട്ടിയിട്ട് പുളി പിഴിഞ്ഞൊഴിച്ച് അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തക്കാളിയും പച്ചമുളകും വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കുക. അതിൻ്റെ ശേഷം കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും പെരുംജീരകം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും കറി ഇവിടെ പച്ചമുളകും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരച്ചതും കൂടി കൂട്ടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് മീൻ വെത്തളാണ്, ആ വെത്തളും കൂടി കണ്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് തിന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.